സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. തൃപ്പൂണിത്തുറ തൈക്കുടത്തെ സരോജിനി അമ്മ സുഖമായിട്ടിരിക്കുന്നുണ്ട്. മകളുടെ ക്രൂരത മൂലം ഏറെ നേരം വീട്ടിൽ കയറാനാകാതെ പുറത്തു വന്ന അമ്മയ്ക്ക് രാത്രി വൈകിയാണ് വീട് കുത്തി തുറന്ന് അകത്തു കയറാൻ കഴിഞ്ഞത്. തൈക്കുട സ്വദേശിനി സരോജിനിയെ വീട്ടിൽ കയറ്റണമെന്ന ആർഡിഒയുടെ ഉത്തരവുണ്ടായിട്ടും താക്കോൽ കൈമാറാൻ മൂത്ത മകൾ തയ്യാറായില്ല. ആർഡിഒ തലത്തിൽ ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. ഏറെ സങ്കടമുയർത്തുന്ന സരോജിനിയമ്മയുടെ ദുരവസ്ഥ ഇന്നലെ ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവന്നത്. മോളെ എന്നോട് സംസാരിക്കാറില്ല, ഫോൺ തരൂല്ല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ വല്ലയിടത്തും ചെന്ന് ആൾക്കാരോട് പറയണമെന്ന് വിളിച്ചാന്ന്. അവർ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് എടുക്കൂല. പനമ്പുള്ളിയാറിലാണെന്ന് അറിയാം, എവിടെയാണെന്ന് താമസിക്കണമെന്ന് അങ്ങനെ മാത്രം അറിഞ്ഞു. പോലീസ് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവർക്ക് പറ്റില്ല. ആദ്യത്തെ ദിവസം പറഞ്ഞ് ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് ഇത് പൊളിച്ച് കയറി തരാം, ഇത് അമ്മയുടെ വീടല്ലേ, അമ്മ എന്തിനാ വിഷമിക്കണേ, അമ്മ വിഷമിക്കാതെ ഒക്കെ പൊളിച്ചു തരാമെന്ന് പറഞ്ഞു. വ്യത്യാസം ചെന്നപ്പോൾ അവരുടെയൊക്കെ ഇത് മാറി അവരെ മോളിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞ് തുറന്നു കൊടുക്കേണ്ടത്. അങ്ങനെ പോലീസുകാർ പറഞ്ഞ് ഇവിടെ പോകാൻ പറഞ്ഞു. എന്നോട് നല്ല വാക്കും പറഞ്ഞ് അമ്പലത്തിൽ പോണ്, മൂകാംബിക പോണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. അപ്പോൾ വ്യാഴാഴ്ച അമ്മ പോവും, തിങ്കളാഴ്ച ഞാൻ വരും, അപ്പോൾ അമ്മ വന്നാൽ മതിയെന്ന് പറഞ്ഞ് പോയതാണ് അവൾ. ഞാൻ അതുപോലെ എത്ര തിങ്കളാഴ്ച വന്നിട്ട് അവൾ വന്നിട്ടില്ല. എനിക്ക് വീട്ടിൽ കയറണം, എനിക്ക് എൻ്റെ വീടാണ് മോനെ. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ രാത്രി 8:30 കൂടിയാണ് നമ്മൾ ഈ സരോജിനിയമ്മയുടെ വീട്ടിലെത്തുന്നത്. അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച, നാട്ടുകാർ, നൂറുകണക്കിന് നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഈ അമ്മയ്ക്ക് പിന്തുണയുമായി അവിടെ ഉണ്ട്. സരോജിനി അമ്മയെ വീട്ടിൽ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം കണ്ടു. പോലീസ് വന്നു, പക്ഷെ പോലീസ് വീട് തുറന്ന് ഈ അമ്മയെ കയറ്റാൻ നടപടി സ്വീകരിച്ചില്ല. ആർഡിഒയുടെ ഉത്തരവുണ്ടായിട്ട് പോലും പോലീസ് നടപടി സ്വീകരിച്ചില്ല. മകൾ താക്കോല് കൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ നാട്ടുകാരുടെ ഉൾപ്പെടെ ഇടപെടലിനെ തുടർന്ന്, വാർത്താ മാധ്യമങ്ങളുടെ ഇടപെടലിനെ തുടർന്ന്, നമ്മൾ ന്യൂസ് 18 ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്, അങ്ങനെ വലിയ ഇടപെടലുകളെ തുടർന്ന് ഈ അമ്മയും മറ്റു നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഈ വീട് കുത്തി തുറന്ന് ഉള്ളിൽ കയറുന്ന കാഴ്ച, അതായത് രാത്രി 11 വരെ നീണ്ടുനിന്ന വലിയ പോരാട്ടത്തിനൊടുവിലാണ് ഈ അമ്മയ്ക്ക് സ്വന്തം വീട്ടില് കയറി ഉറങ്ങാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഈ സരോജിനി അമ്മ സന്തോഷവതിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവിടെയും ആ മകളുടെ ക്രൂരതയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം വൃദ്ധമാതാപിതാക്കളെ പീഡിപ്പിക്കുന്ന, അവരോട് ക്രൂരത കാട്ടുന്ന മക്കളുടെയും മരുമക്കളുടെയൊക്കെ കഥകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഈ അമ്മയ്ക്ക് താൽക്കാലികമായി നീതി കിട്ടി, അല്ലെങ്കിൽ അവർ നീതി പിടിച്ചു വാങ്ങി എന്ന് പറയുമ്പോഴും മകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം ബാക്കിയാണ്. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ മറ്റധികാരികളുടെ ഭാഗത്തുനിന്നോ നിയമപരമായ നടപടി ഉണ്ടാകുമോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം? ഡാനി. ടോം, ഇതിൽ സരോജിനി അമ്മ ഇപ്പോൾ വീട്ടിൽ മകൾക്ക് അവരുടെ ആ സ്ഥലത്ത് പിന്നീട് നിർമ്മിച്ച് നൽകിയ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ ശേഷം പിന്നീട് അവർ അവിടെ നിന്ന് മാറിയിട്ടില്ല. അത് മാത്രവുമല്ല, ഇന്ന് ആർഡിഒ തലത്തിൽ ചർച്ചകൾ നടക്കുമെന്ന് പറയുമെങ്കിൽ കൂടിയും അവർ ആ വീട് വിട്ട് എങ്ങോട്ടും പോകാൻ തയ്യാറല്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് സരോജിനി അമ്മ ഉള്ളത്. കാരണം ഇനി വീട് വിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് പറയുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, നിയമ നടപടികൾ സംബന്ധിച്ച് ഇതുവരെയും പോലീസിൽ നിന്ന് മറ്റൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലീസ് അതിൻ്റെ ഒരു നിയമവശം പരിശോധിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ മകൾ അവിടെ താമസിപ്പിക്കാത്ത സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നുണ്ടോ എന്നാണ് അവർ പരിശോധിക്കുന്നത്. മകൾക്ക് നൽകിയ ആ സ്ഥലത്ത്, അവരുടെ സ്ഥലം 2 മക്കൾക്കുമായി പകുത്തതാണ്. അതിൽ ഇവരുടെ ഭാഗത്ത് മൂത്ത മകളുടെ അവർക്ക് അവകാശമായി കിട്ടിയ സ്ഥലത്താണ് പിന്നീട് പാർട്ടി ഇടപെടലോടെ അടക്കം വീട് നൽകുന്ന അടക്കമുണ്ടായത്. അപ്പോൾ ഈ വീട്ടിൽ, ഈ സ്ഥലത്ത് നിലവിൽ മകൾക്ക് തന്നെയാണ് അവകാശം, കാര്യങ്ങളുമെല്ലാം തന്നെയുള്ളത്. പക്ഷേ അപ്പോൾ പോലും അമ്മയെ കൂടി സംരക്ഷിക്കുക എന്ന ധാർമ്മികമായ, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കിയ 2 മക്കൾക്കും അതിൻ്റെ ഒരു തുല്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇളയ മകളുടെ വീട്ടിൽ നിന്ന് അമ്മ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടേക്ക് കയറ്റാതെ അവർ പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രാഥമികമായ രീതിയിൽ അവരോട് അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇവരുടെ ഭാഗം, ഈ മൂത്ത മകൾ, അവരുടെ ഭാഗം ഇന്ന് എന്താണ് തങ്ങൾക്ക് ഈ കാര്യത്തിൽ നടന്നത്, അമ്മയുടെ കാര്യത്തിൽ വീട്ടിലേക്ക് കയറ്റിയില്ല എന്നെല്ലാം പറയുന്നതിൽ
എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിന് വേണ്ടി അവർ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. അല്പസമയം മുൻപ് അറിയാൻ കഴിഞ്ഞത് ആ കാര്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് മറ്റു നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം നേരത്തെ ആർഡിഒയുടെ ഉത്തരവ് ഈ വയോജന സംരക്ഷണ കാര്യങ്ങളെ ചൊല്ലിയുള്ളതായിരുന്നു. അവിടേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയണമെന്ന കാര്യങ്ങളെല്ലാം ചൊല്ലിയായിരുന്നു ആ ഉത്തരവുണ്ടായിരുന്നത്. അത് പോലീസ് നടപ്പാക്കിയില്ല എന്ന രീതിയിൽ വ്യാപകമായി ആക്ഷേപം ഉയരുന്നുണ്ട്. ഇന്നലെ MLA അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും പോലീസ് മറ്റു നടപടികളിലേക്ക് നീങ്ങിയില്ല. ഒടുവിൽ ആ അമ്മയ്ക്ക് തന്നെ അതാണ് കാരണം. ഇത്തരം ഒരു അമ്മ സാധാരണ ഇവിടെ സ്ത്രീപക്ഷവും മറ്റൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരും പോലീസുമാണെന്നൊക്കെ പറയുമ്പോഴും ഒരു വൃദ്ധ മാതാവിനാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായത്. സ്വന്തം വീട്ടിൽ കയറാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായത്. പോലീസിനോട് പലതവണ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഈ അമ്മ തന്നെ കേണപേക്ഷിച്ച് പറഞ്ഞു തനിക്ക് തന്റെ വീട്ടിൽ കയറി രാത്രിയിൽ അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞു. പോലീസ് മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാം, അമ്മയ്ക്ക് സുരക്ഷ നൽകാമെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞ ഈ കേസിൽ നിന്നും കൈകഴുകാൻ ശ്രമിച്ചത്. അതായത് ആദ്യയുടെ ഉത്തരവുണ്ടായിട്ട് പോലും അത് നടപ്പാക്കാൻ പോലീസ് ശ്രമിക്കാത്തതിന് പിന്നിലെ ഇടപെടലുകളാണ് പരിശോധിക്കേണ്ടത്. അവിടെ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നുണ്ട് അവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇവിടെ ഈ അമ്മയ്ക്ക് നീതി നിഷേധം ഉണ്ടായത്. പോലീസ് ഈ സംഭവം അട്ടിമറിക്കാൻ, ഈ ഉത്തരവ് ഉൾപ്പെടെ അട്ടിമറിക്കാനുള്ള നീക്കം നടത്തിയെന്നൊരു ആരോപണം വരുന്നുണ്ട്. ആ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് ഡാനി? ഇക്കാര്യത്തിൽ നാട്ടുകാർ അല്ലെങ്കിൽ ആ പരിസരത്തുള്ളവർ എല്ലാവരും പറയുന്ന ഒരു ആക്ഷേപം തന്നെയാണ്. ഇതിൽ വ്യാപകമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഇതിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അമ്മയടക്കം പറയുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചൊരു കൃത്യമായ ആരെങ്കിലും പേരിലേക്കോ കാര്യങ്ങളിലേക്കോ നീങ്ങുന്നില്ല. മറിച്ച് കുടുംബപരമായ ചില കാര്യങ്ങൾ ഉണ്ട് താനും. ഈ കാര്യത്തിൽ അത്തരമൊരു ഇടപെടൽ ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ പാർട്ടി അടക്കം CPM അടക്കം ഇടപെട്ടു എന്ന രീതിയിൽ തന്നെ അവിടെ പരാതി വ്യാപകമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് പോലീസിനെ ഏത് കാര്യങ്ങൾ പറഞ്ഞാണ് ഈ ഒരു വൃദ്ധ മാതാവിനെ അതിനകത്തേക്ക് കയറാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇടപെടാൻ അല്ലെങ്കിൽ പോലീസിനെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? ഒരു CPM പോലുള്ള ഒരു പ്രസ്ഥാനത്ത് അത്തരം ഒരു ഇടപെടൽ നടത്തുമോ എന്ന കാര്യം ആ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ജില്ലാ നേതൃത്വം അടക്കം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയേണ്ടത് തന്നെയാണ്. അത്തരം ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തന്നെ അത് അപലപിക്കപ്പെടേണ്ടതുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതലായി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ മൂത്ത മകൾ, അതായത് ഇപ്പോൾ ആ വീട്ടിലെ അതിൻ്റെ ഉടമസ്ഥ, അവർ ഈ കാര്യങ്ങൾ എന്താണ് തങ്ങൾക്ക് പറയാനുള്ളതെന്ന് തങ്ങളുടെ ഭാഗം കൂടി വിശദീകരിക്കണം എന്ന് മാധ്യമങ്ങളടക്കം നാട്ടുകാരടക്കം അറിയേണ്ടതുണ്ട് എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇന്നലെ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നത് തന്നെയാണ് വലിയ ചോദ്യം. ഇന്നലെ പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ആർഡിഒയുടെ ഉത്തരവ് നടപ്പാക്കേണ്ടിയിരുന്നത്. അത് നടപ്പാക്കാതെ തടഞ്ഞത് ഈ ജില്ലാ നേതൃത്വമാണ് എന്ന ആക്ഷേപമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒപ്പം മറ്റൊന്നുകൂടി, കൊച്ചിയെ ദക്ഷിണേഷ്യയിലെ തന്നെ വയോജന സൗഹൃദ നഗരം എന്ന രീതിയിൽ ആദ്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പ്രഖ്യാപനം കൂടി ഈ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇന്നലെ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് ഈ സരോജിനി അമ്മയുടെ വീടും എല്ലാം തന്നെയും. അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന വയോജന സൗഹൃദ നഗരമെന്ന ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യ നഗരമായി വിളിപ്പേര് കൊച്ചിക്ക് വീഴുമ്പോൾ തന്നെയാണ് ഈ ഒരു സംഭവം കൂടി ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? കുടുംബ പ്രശ്നമാണോ, മറ്റ് കാര്യങ്ങളുണ്ടോ? എന്തിൻ്റെ പേരിലാണ് ഈ അമ്മയ്ക്ക് ആർഡിഒയുടെ ഉത്തരവടക്കം വാങ്ങിക്കൊണ്ട് ഇവിടേക്ക് വരാൻ തയ്യാറായത്? ഒപ്പം തന്നെ ഇതിന് എന്ത് പരിഹാരമാണ് ഇനി ഉണ്ടാകേണ്ടത്? കാരണം ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നം മാത്രമാണ് ഇതിൻ്റെ കാരണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. ഒപ്പം സ്ഥിരമായി അവർക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അന്തരീക്ഷം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിലെല്ലാം തന്നെ ചർച്ചകളും ആവശ്യമാണ്. ഇതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ വയോജന സൗഹൃദ നഗരമായി കൊച്ചിയെ പ്രഖ്യാപിക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ഇതേ രീതിയിലൊരു വൃദ്ധ മാതാവിന് സ്വന്തം മകളിൽ നിന്നും ക്രൂരത നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ അവരുടെ ഭാഗം കൂടി വൈകുന്നേരത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ വിശദീകരണവുമായി ആ മകൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. എത്ര ന്യായീകരിച്ചാലും ഒരു മകൾ അമ്മയോട് കാട്ടിയത് ക്രൂരത തന്നെയാണ്. ഈ രീതിയിലല്ല
വൃദ്ധമാതാപിതാക്കളോട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മളും പ്രായമായി വരികയാണ്, ഈ രീതിയിൽ മക്കൾ പെരുമാറുമ്പോഴുള്ള വേദന ഒരുപക്ഷെ ആ വൃദ്ധരാകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രായമാകുന്ന കാലഘട്ടത്തിലായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്ന കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്.